അടുത്ത അധ്യയന വർഷം മുതൽ ട്യൂഷൻ ഫീസ് കൂട്ടാൻ സൗദിയിലെ ഇന്റർനാഷണൽ സ്കൂളുകൾ തീരുമാനിച്ചു. ഫീസ് വർധന ഒഴിവാക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. സൗദിയിലെ പല സ്കൂളുകളും അടുത്ത അധ്യയന വർഷം മുതൽ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജിദ്ദയിൽ ഇന്ത്യൻ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സ്കൂളുകളിൽ ഭൂരിഭാഗവും ഫീസ് വർദ്ധിപ്പിക്കുന്ന വിവരം അറിയിച്ച് രക്ഷിതാക്കൾക്ക് സർക്കുലർ അയച്ചു. 20% മുതൽ 60% വരെയാണ് പല സ്കൂളുകളും ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിന്റെ വാടക വർദ്ധിച്ചതും ജീവനക്കാരുടെ ശമ്പളം വർദ്ധിച്ചതുമാണ് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള ന്യായീകരണമായി സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. എന്നാൽ ഈ വാദം അടിസ്ഥാനരഹിതമാണെന്നും ഫീസ് വർധന നീതീകരിക്കാനാകില്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു. ഇവിടെ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ 100 റിയാലാണ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ സ്കൂളിൽ 1500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു മാസത്തെ അധിക വരുമാനം 1.5 ലക്ഷം റിയാൽ, വർഷത്തിൽ 1.8 മില്യന്റെ വർധനവ്. ഇവർ പറയുന്ന കാരണം വാടക വർദ്ധിച്ചു എന്നുള്ളതാണ്. എങ്ങനെ കണക്കൂട്ടിയാലും ഇത്രയധികം ഒരു വർധനവ് ഒരിക്കലും ഉണ്ടാവില്ല. സ്കൂളുകളിൽ എല്ലായിടത്തും ഫീസ് വർദ്ധിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് ക്വാളിറ്റി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നിലവിലുള്ള സാഹചര്യം തന്നെ തുടരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഓരോ സ്കൂളിന്റെയും അവസ്ഥ നോക്കുമ്പോൾ. ഒരു കാരണവശാലും ഫീസ് വർധന ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലും അടുത്ത അധ്യയന വർഷം മുതൽ ഫീസ് വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.